ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. നാളെ നടക്കുന്ന 10th പ്രിലിംസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള PSC റീസെൻ്റ്ലി ചോദിച്ച, അതായത് 2026 PSC പരീക്ഷകളിൽ ചോദിച്ച കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ആരാണ്? ഓപ്ഷൻ എ സൗമൻ സെൻ. കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ആരാണ്? സൗമൻ സെൻ. 64ാമത് കേരള സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയ ജില്ല? ഓപ്ഷൻ സി കണ്ണൂർ. 64ാമത് കേരള സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയ ജില്ല കണ്ണൂർ. 2025 ഓടക്കുഴൽ പുരസ്കാരം നേടിയ വ്യക്തി? ഓപ്ഷൻ ബി EP രാജഗോപാലൻ. 2025 ഓടക്കുഴൽ പുരസ്കാരം നേടിയ വ്യക്തി EP രാജഗോപാലൻ. 2025 ജ്ഞാനപീഠ പുരസ്കാര ജേതാവ്? ഓപ്ഷൻ സി R വൈരമുത്തു. 2025 ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് R വൈരമുത്തു. 2026 ദ ഇന്ത്യ AI ഇമ്പാക്ട് ഉച്ചകോടിക്ക് വേദിയായ നഗരം? ഓപ്ഷൻ എ ഡൽഹി. 2026 ദ ഇന്ത്യ AI ഇമ്പാക്ട് ഉച്ചകോടിക്ക് വേദിയായ നഗരം ഡൽഹി. ഓപ്പറേഷൻ തൂഫാൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി മയക്കുമരുന്ന്. ഓപ്പറേഷൻ തൂഫാൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മയക്കുമരുന്ന്. കേരള നിയമസഭയുടെ ഇപ്പോഴത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണെന്ന് തിരിച്ചറിയുക? ഓപ്ഷൻ ബി ഷാനിമോൾ ഉസ്മാൻ. കേരള നിയമസഭയുടെ ഇപ്പോഴത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ. കേരള നിയമസഭയുടെ ഇപ്പോഴത്തെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോണം. കേരള നിയമസഭയുടെ ഇപ്പോഴത്തെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. കേരളത്തിലെ ഇപ്പോഴത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാണെന്ന് തിരിച്ചറിയുക? ഓപ്ഷൻ സി റോജി M ജോൺ. കേരളത്തിലെ ഇപ്പോഴത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി M ജോൺ. മന്ത്രിമാരും വകുപ്പുകളും അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിലുണ്ട്. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിലുണ്ട്. അപ്പോൾ അതെല്ലാവരും കണ്ടു പഠിക്കുക. അതിൽ ഓരോ മന്ത്രിമാരുടെ എല്ലാ വകുപ്പുകളും അടങ്ങിയതാണ് യൂട്യൂബ് ചാനലിലെ ക്ലാസ്. ഇനി അത്രയും പഠിച്ചാൽ ഓർത്ത് വയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതൊരു ഫോട്ടോ ആയിട്ടാണ് ടെലഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടെലഗ്രാം ചാനൽ നോക്കിയാൽ മന്ത്രിമാരും അവരുടെ പ്രധാനപ്പെട്ട വകുപ്പുകളും മാത്രം അടങ്ങിയ ഫോട്ടോ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതും കൂടെ എല്ലാവരും പഠിക്കുക. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കേരളത്തിൽ മയക്കുമരുന്നിൻ്റെ വേരിറക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള പോലീസ് 2026 ജൂൺ 1 മുതൽ നടപ്പിലാക്കാൻ തീരുമാനിച്ച പദ്ധതി ഏതാണെന്ന് കണ്ടെത്തുക? ഓപ്ഷൻ ഡി ഓപ്പറേഷൻ തൂഫാൻ. കേരളത്തിൽ മയക്കുമരുന്നിൻ്റെ വേരിറക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള പോലീസ് 2026 ജൂൺ 1 മുതൽ നടപ്പിലാക്കാൻ തീരുമാനിച്ച പദ്ധതി ഏതാണെന്ന് കണ്ടെത്തുക? ഓപ്പറേഷൻ തൂഫാൻ. 2026 ബ്രിക്സ് ഉച്ചകോടിയിൽ അധ്യക്ഷത വഹിക്കുന്ന രാജ്യം ഏതാണ്? ഓപ്ഷൻ ഡി ഇന്ത്യ. 2026 ബ്രിക്സ് ഉച്ചകോടിയിൽ അധ്യക്ഷത വഹിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യ. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ നാമം VBG റാംജി എന്നാണ്. ഇതിൻ്റെ പൂർണ്ണരൂപം എന്ത്? വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേര് VBG റാംജി എന്നാണ്. ഇതിൻ്റെ പൂർണ്ണരൂപമാണ് വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ. ആസാമിൽ വെച്ച് നടന്ന 79ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സരത്തിൽ ജേതാക്കളായ ടീം? ഓപ്ഷൻ ഡി സർവീസസ്. ആസാമിൽ വെച്ച് നടന്ന 79ാം സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സരത്തിൽ ജേതാക്കളായ ടീം സർവീസസ്. കേന്ദ്ര സർക്കാരിൻ്റെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? ഓപ്ഷൻ ബി രാംനാഥ് കോവിന്ദ്. കേരള സർക്കാരിൻ്റെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച സമിതിയുടെ അധ്യക്ഷനാരാണ്? രാംനാഥ് കോവിന്ദ്. 2026 ബ്രിക്സ് അധ്യക്ഷതയ്ക്കായി ഇന്ത്യ പുറത്തിറക്കിയ ലോഗോ ഏത് ദേശീയ ചിഹ്നത്തിൽ നിന്നാണ് പ്രചോദനം ഉൾക്കൊണ്ടത്? ഓപ്ഷൻ സി താമര. 2026
ബ്രിക്സ് അധ്യക്ഷതയ്ക്കായി ഇന്ത്യ പുറത്തിറക്കിയ ലോഗോ ഏത് ദേശീയ ചിഹ്നത്തിൽ നിന്നാണ് പ്രചോദനം ഉൾക്കൊണ്ടത്? താമര. 2026 ബ്രിക്സിന് അധ്യക്ഷത വഹിക്കുന്ന രാജ്യം ഇന്ത്യയാണ് കേട്ടോ. ഓർത്തു വെക്കുക, 2026 ബ്രിക്സ് ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. നിലവിലെ കേരള നിയമസഭയിലെ വനിതാ MLA-മാരുടെ എണ്ണം? ഓപ്ഷൻ ഡി 11. നിലവിലെ കേരള നിയമസഭയിലെ വനിതാ MLA-മാരുടെ എണ്ണം 11. SIR താഴെ പറയുന്നതിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ ഡി വോട്ടർ പട്ടിക. SIR താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ്? വോട്ടർ പട്ടിക. താഴെ പറയുന്നവരിൽ 2026 പത്മ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടാത്ത മലയാളി ആരാണ്? ഓപ്ഷൻ ബി MT വാസുദേവൻ നായർ. താഴെ പറയുന്നതിൽ 2026 പത്മ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടാത്ത മലയാളി ആരാണ്? MT വാസുദേവൻ നായർ. 2026 പത്മ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടുന്ന മലയാളികളാണ് മമ്മൂട്ടി, VS അച്യുതാനന്ദൻ, വെള്ളാപ്പള്ളി നടേശൻ. ഓർത്തുവെക്കുക, 2026 പത്മ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടുന്ന മലയാളികൾ മമ്മൂട്ടി, VS അച്യുതാനന്ദൻ, വെള്ളാപ്പള്ളി നടേശൻ. 2026 പത്മ പുരസ്കാരങ്ങളുടെ നോട്ട് ടെലഗ്രാം ചാനലുണ്ട് കേട്ടോ. അതൊരു ഫോട്ടോ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്ത് അത് പഠിക്കുക. 2026 പത്മ പുരസ്കാരത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽസും അവിടെ ഉണ്ട് കേട്ടോ. എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. ഓക്കെ, ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്ത് ആ നോട്ടൊന്ന് പഠിക്കുക. അതൊരു ഫോട്ടോ, ആ ഫോട്ടോ സെക്ഷനിൽ നോക്കിയാൽ മതി. ഫോട്ടോ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, 2026 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയ രാജ്യം? ഓപ്ഷൻ ഡി അസർബൈജാൻ. 2026 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയ രാജ്യം അസർബൈജാൻ. 2023 രസതന്ത്ര നോബൽ പുരസ്കാരത്തിന് 3 ശാസ്ത്രജ്ഞന്മാർ അർഹരായി. ഏത് കണ്ടുപിടുത്തത്തിനാണ് അവർക്ക് ഈ പുരസ്കാരം ലഭിച്ചത്? ഓപ്ഷൻ ഡി ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടുപിടുത്തത്തിനും സമന്വയത്തിനും. 2023 രസതന്ത്ര നോബൽ പുരസ്കാരത്തിന് 3 ശാസ്ത്രജ്ഞന്മാർ അർഹരായി. ഏത് കണ്ടുപിടുത്തത്തിനാണ് അവർക്ക് ഈ പുരസ്കാരം ലഭിച്ചത്? ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടുപിടുത്തത്തിനും സമന്വയത്തിനും. നോബൽ പുരസ്കാരം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കുക കേട്ടോ. 2022 മുതൽ 2025 വരെയുള്ളത് പഠിക്കുക. അത്രയും ഓർത്തു വയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർ മാത്രം 2024, 2025 നോബൽ പുരസ്കാരം ഡീറ്റെയിൽസ് ഫുള്ള് പഠിക്കുക കേട്ടോ. അതായത് ആർക്കൊക്കെയാണ് കിട്ടിയെന്നും എന്തിൻ്റെ കണ്ടുപിടുത്തത്തിനാണ് കിട്ടിയെന്നും. ഓക്കെ, നിലവിലെ കേരള കർഷക കടാശ്വാസ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം വഹിക്കുന്നത് ആരാണ്? ഓപ്ഷൻ ബി കെ എബ്രഹാം മാത്യു. നിലവിലെ കേരള കർഷക കടാശ്വാസ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം വഹിക്കുന്നത് ആരാണ്? കെ എബ്രഹാം മാത്യു. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ആരാണ്? സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ റവന്യൂ മന്ത്രിയാണ്. അപ്പം ഇപ്പോഴത്തെ കേരളത്തിലെ റവന്യൂ മന്ത്രി AP അനിൽകുമാറാണ്. ഓർത്തു വയ്ക്കുക, കേരളത്തിലെ റവന്യൂ മന്ത്രി AP അനിൽകുമാറാണ്. അപ്പോൾ എന്താണ്? സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ആരായിരിക്കും? AP അനിൽകുമാർ ആയിരിക്കും അല്ലേ? അപ്പോൾ എങ്ങനെയാണ്? സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ റവന്യൂ മന്ത്രി ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ നിലവിൽ കേരളത്തിലെ റവന്യൂ മന്ത്രി AP അനിൽകുമാറാണ്. അപ്പോൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ AP അനിൽകുമാറാണ്. ഇവിടെ ഒരു കാര്യം കൂടി ഓർത്ത് വെക്കണം. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രി ആയിരിക്കും. അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രി ശ്രീ VD സതീശനാണ്. ഓക്കെ, അപ്പോൾ അതും കൂടി ഓർത്ത് വെക്കുക കേട്ടോ. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രി ആയിരിക്കും, വൈസ് ചെയർമാൻ റവന്യൂ മന്ത്രി ആയിരിക്കും. അപ്പോൾ നിലവിൽ ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രി VD സതീശനും വൈസ് ചെയർമാൻ റവന്യൂ മന്ത്രി AP അനിൽകുമാറുമാണ്. ഓക്കെ, 2025 പത്മഭൂഷൺ ബഹുമതി ലഭിച്ച മലയാളിയായ കായിക താരം ആരാണ്? ഓപ്ഷൻ സി PR ശ്രീജേഷ്. 2025 പത്മഭൂഷൺ ബഹുമതി ലഭിച്ച മലയാളിയായ കായിക താരം ആരാണ്? PR ശ്രീജേഷ്. ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി രാജ്യത്ത് ആദ്യമായി രൂപീകരിച്ച കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ എ ശ്രീ
കെ സോമപ്രസാദ്. വയോജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി രാജ്യത്ത് ആദ്യമായി രൂപീകരിച്ച കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ശ്രീ കെ സോമപ്രസാദ്. ഇത് ഞാൻ ഓർത്തു വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എൻ്റെ പപ്പായുടെ ഫ്രണ്ടിൻ്റെ പേര് സോമകുമാർ എന്നാണ്. അപ്പോൾ അവർ വയോജനങ്ങളാണല്ലോ, അത് വെച്ചിട്ടാണ് ഞാനിത് ഓർക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യനും പഠിക്കുമ്പം നിങ്ങൾക്ക് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളുമായിട്ട്, നിങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാർ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുമായിട്ട് ഓരോ ക്ലൂ ഇട്ട് ഓർത്ത് വയ്ക്കാൻ ശ്രമിക്കുക കേട്ടോ. നിങ്ങൾക്ക് വേറെ ക്ലൂ ഒന്നും ഇല്ലെങ്കിൽ ഇത് ഞാൻ പറഞ്ഞ പോലെ അങ്ങ് ഓർത്താലും മതി കേട്ടോ. ഞാനിങ്ങനെ പറഞ്ഞെന്ന് ഓർക്കുക. അതായത് എന്താണ്? വയോജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ട് രാജ്യത്ത് ആദ്യമായി രൂപീകരിച്ച കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ശ്രീ കെ സോമപ്രസാദ്. എൻ്റെ പപ്പയുടെ ഫ്രണ്ടിൻ്റെ പേര് സോമകുമാർ എന്നാണ്. അപ്പം ആ സോമു സാറിനെ ഓർത്തിട്ടാണ് ഞാനിത് ഓർത്ത് വെക്കുന്നത്. അവർ രണ്ടുപേരും വയോജനങ്ങളാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാനിത് ഓർക്കുന്നത് കേട്ടോ. ഓക്കെ. നാമകരണം ചെയ്യപ്പെട്ട കേരള ഗവർണറുടെ ഔദ്യോഗിക വസതി ഇപ്പോൾ അറിയപ്പെടുന്നത്? ഓപ്ഷൻ സി ലോക് ഭവൻ. പുനർനാമകരണം ചെയ്യപ്പെട്ട കേരള ഗവർണറുടെ ഔദ്യോഗിക വസതി ഇപ്പോൾ അറിയപ്പെടുന്നത് ലോക് ഭവൻ. നീതി ആയോഗിന്റെ ഭരണപരിഷ്കരണ വിഭാഗം വിവിധ മേഖലകളിലെ ഭരണത്തിൽ ദീർഘകാലവും വ്യവസ്ഥാപിതവുമായ പരിവർത്തനത്തിന് ഉത്തരവാദിയാണ്. 2047 ഡാഷ് എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് നിർണായകമായ ഘടനാപരവും പരസ്പര വിരുദ്ധമായ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതിനായി 2025 ഏപ്രിൽ 3 ഈ വിഭാഗം സ്ഥാപിതമായി. ഏതാണ്? വികസിത് ഭാരത്. നീതി ആയോഗിന്റെ ഭരണപരിഷ്കരണ വിഭാഗം വിവിധ മേഖലകളിലെ ഭരണത്തിൽ ദീർഘകാലവും വ്യവസ്ഥാപിതവുമായ പരിവർത്തനത്തിന് ഉത്തരവാദിയാണ്. 2047 ഡാഷ് എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് നിർണായകമായ ഘടനാപരവും പരസ്പര വിരുദ്ധമായ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതിനായി 2025 ഏപ്രിൽ 3 ഈ വിഭാഗം സ്ഥാപിതമായി. ഏത് വിഭാഗമാണ്? വികസിത് ഭാരത്. 2025 ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ഡാഷ്. ഓപ്ഷൻ എ ആർ വെങ്കിട്ടരമണി. അതായത് ഇന്ത്യയുടെ നിലവിലെ അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണിയാണ്. ഓർത്ത് വയ്ക്കുക, ഇന്ത്യയുടെ നിലവിലെ അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണി. ഇത് ഓർത്ത് വയ്ക്കാൻ എനിക്കൊരു ക്ലൂ ഉണ്ട്. കാരണം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ പേരാണ് ഈ വെങ്കിട്ടരമണി. അപ്പോൾ ഇന്ത്യയുടെ നിലവിലെ അറ്റോർണി ജനറൽ ആരാണ്? ആർ വെങ്കിട്ടരമണി. 2025 ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചുമതലയേറ്റത് ഡാഷ്. ഓപ്ഷൻ എ ജ്ഞാനേഷ് കുമാർ. അതായത് ഇന്ത്യയുടെ നിലവിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ ആണ്. ഓർത്ത് വയ്ക്കുക, ഇന്ത്യയുടെ നിലവിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ. കേരള നിയമസഭയുടെ സ്പീക്കർ ആരാണ്? ഓപ്ഷൻ ബി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. കേരള നിയമസഭയുടെ സ്പീക്കർ ആരാണ്? തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. കേരള നിയമസഭയുടെ ഇപ്പോഴത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാനാണ്. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോണേ. കേരള നിയമസഭയുടെ ഇപ്പോഴത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ. ഇപ്പോഴത്തെ കേരള മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ മത്സരിച്ച നിയമസഭാ മണ്ഡലം ഏതാണ്? ഓപ്ഷൻ ബി പറവൂർ. ഇപ്പോഴത്തെ കേരള മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ മത്സരിച്ച നിയമസഭാ മണ്ഡലം ഏതാണ്? പറവൂർ. കേരളത്തിന്റെ ഇപ്പോഴത്തെ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ആര്? ഓപ്ഷൻ ഡി ശ്രീ കെ മുരളീധരൻ. കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ആരാണ്? ശ്രീ കെ മുരളീധരൻ. ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോയുടെ ലിങ്ക് താഴെ കമന്റ് ബോക്സിലുണ്ട്. അപ്പോൾ എല്ലാവരും അത് കണ്ട് പഠിക്കണം. മന്ത്രിമാരും വകുപ്പുകളും ഷുവർ ഷോട്ട് ക്വസ്റ്റ്യൻ ആണ്. മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ തിരഞ്ഞെടുപ്പിൽ പ്രതിനിധീകരിച്ച മണ്ഡലം താഴെ പറയുന്നതിൽ ഏതാണ്? ഓപ്ഷൻ ബി പറവൂർ. മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ തിരഞ്ഞെടുപ്പിൽ പ്രതിനിധീകരിച്ച മണ്ഡലം താഴെ പറയുന്നതിൽ ഏതാണ്? പറവൂർ. അറ്റോമിക് എനർജി റെഗുലേറ്റിംഗ് ബോർഡിന്റെ ചെയർമാനായി പുതുതായി നിയമിക്കപ്പെട്ട മലയാളി ആരാണ്? ഓപ്ഷൻ സി എ കെ ബാലസുബ്രഹ്മണ്യൻ. അറ്റോമിക് എനർജി റെഗുലേറ്റിംഗ് ബോർഡിന്റെ ചെയർമാനായി പുതുതായി നിയമിക്കപ്പെട്ട മലയാളി ആരാണ്? എ കെ ബാലസുബ്രഹ്മണ്യൻ. 2025 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആര്? ഓപ്ഷൻ ഡി കെ ജി ശങ്കരപിള്ള. 2025 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ്? കെ ജി ശങ്കരപിള്ള. 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് എൻ എസ് മാധവനാണ്. ഓർത്തു വെക്കുക,
2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് NS മാധവനാണ്. കേരളത്തിലെ ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി ആര്? ഓപ്ഷൻ ബി AP അനിൽകുമാർ. കേരളത്തിലെ ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി ആരാണ്? AP അനിൽകുമാർ. മഹാത്മാഗാന്ധി സർവകലാശാല ഈ അടുത്ത കാലത്ത് ഡീലിറ്റ് ബിരുദം നൽകി ആദരിച്ച സിനിമാ താരം ആര്? ഓപ്ഷൻ സി മമ്മൂട്ടി. മഹാത്മാഗാന്ധി സർവകലാശാല ഈ അടുത്ത കാലത്ത് ഡീലിറ്റ് ബിരുദം നൽകി ആദരിച്ച സിനിമാ താരം ആരാണ്? മമ്മൂട്ടി. ലഹരിക്കെതിരെ പോരാടാനായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ നൂതന പരിപാടി ഏത്? ഓപ്ഷൻ ബി ഓപ്പറേഷൻ തൂഫാൻ. ലഹരിക്കെതിരെ പോരാടാനായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ നൂതന പരിപാടി ഏതാണ്? ഓപ്പറേഷൻ തൂഫാൻ. ISROയുടെ പുതിയ ചെയർമാൻ ആര്? ഓപ്ഷൻ ബി ഡോക്ടർ വി നാരായണൻ. ISROയുടെ പുതിയ ചെയർമാൻ ആരാണ്? ഡോക്ടർ വി നാരായണൻ. ഇന്ത്യയുടെ ആദ്യ സൂര്യപഠന ദൗത്യം? ഓപ്ഷൻ ബി ആദിത്യ L1. ഇന്ത്യയുടെ ആദ്യ സൂര്യപഠന ദൗത്യം ആദിത്യ L1. ഏതൊക്കെ ആഗോള ബഹിരാകാശ ഏജൻസികളുടെ സംയുക്ത ദൗത്യമാണ് നിസാർ? ഓപ്ഷൻ എ നാസ ISRO. ഏതൊക്കെ ആഗോള ബഹിരാകാശ ഏജൻസികളുടെ സംയുക്ത ദൗത്യമാണ് നിസാർ? നാസ ISRO. 2025 ഒക്ടോബറിൽ മലപ്പുറത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട എംപോക്സ് ക്ലേഡ് 1 സ്ട്രെയിനിന്റെ ആദ്യ കേസ് ഇന്ത്യയിൽ എവിടെ നിന്നുള്ള യാത്രക്കാരനാണ്? ഓപ്ഷൻ ബി UAE. 2025 മലപ്പുറത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട എംപോക്സ് ക്ലേഡ് 1 സ്ട്രെയിനിന്റെ ആദ്യ കേസ് ഇന്ത്യയിൽ എവിടെ നിന്നുള്ള യാത്രക്കാരനാണ്? UAE. 2025 ഒക്ടോബറിൽ കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 1.5 മാസത്തിനിടെ 14 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. താഴെ പറയുന്നവയിൽ ഏത് അമീബയാണ് ഈ രോഗത്തിന് കാരണമാകുന്നത്? ഓപ്ഷൻ സി നെഗ്ലേറിയ ഫൗലേറി. 2025 ഒക്ടോബറിൽ കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 1.5 മാസത്തിനിടെ 14 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. താഴെ പറയുന്നവയിൽ ഏത് അമീബയാണ് ഈ രോഗത്തിന് കാരണമാകുന്നത്? നെഗ്ലേറിയ ഫൗലേറി. ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് താഴെ പറയുന്നവരിൽ ആരാണ്? ഓപ്ഷൻ എ അജിത് ഡോവൽ. ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് താഴെ പറയുന്നതിൽ ആരാണ്? അജിത് ഡോവൽ. തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ ബി എല്ലാ പ്രസ്താവനകളും ശരി. ശരിയായ പ്രസ്താവനകൾ: പുതിയ പാമ്പൻ പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് 2025 ഏപ്രിൽ 6-നാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലമാണ് പുതിയ പാമ്പൻ പാലം. നീളം 2.07 കിലോമീറ്ററാണ്. താഴെ തന്നിരിക്കുന്നതിലെ ശരിയായ പ്രസ്താവനകൾ. തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. പുതിയ പാമ്പൻ പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് 2025 ഏപ്രിൽ 6-നാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലമാണ് പുതിയ പാമ്പൻ പാലം. നീളം 2.07 കിലോമീറ്ററാണ്. 2026 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം? ഓപ്ഷൻ സി ഇന്ത്യ. 2026 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യ. ഈ അടുത്ത ദിവസങ്ങളിൽ കേരളത്തിൽ വെച്ച് മരണമടഞ്ഞ മുൻ കെനിയൻ പ്രധാനമന്ത്രി? ഓപ്ഷൻ എ റേങ്ല ഒഡിങ്ങ. ഈ അടുത്ത ദിവസങ്ങളിൽ കേരളത്തിൽ വെച്ച് മരണമടഞ്ഞ മുൻ കെനിയൻ പ്രധാനമന്ത്രി റേങ്ല ഒഡിങ്ങ. ചന്ദ്രയാൻ 3 ശിവശക്തി പോയിന്റിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ തീയതി? 23 ഓഗസ്റ്റ് 2023. ചന്ദ്രയാൻ 3 ശിവശക്തി പോയിന്റിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ തീയതി 23 ഓഗസ്റ്റ് 2023. 2025 ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള ഓഡിയൻസ് പോൾ പുരസ്കാരം ലഭിച്ച ചിത്രം ഏത്? ഓപ്ഷൻ ബി തന്തപ്പേര്. 2025 ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള ഓഡിയൻസ് പോൾ പുരസ്കാരം ലഭിച്ച ചിത്രം ഏത്? തന്തപ്പേര്. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം മലയാളം വിഭാഗത്തിൽ നേടിയത് ആര്? ഓപ്ഷൻ ബി അഖിൽ പി ധർമ്മജൻ. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം നേടിയത് ആരാണ്? അഖിൽ പി ധർമ്മജൻ. 2025 ഇന്ത്യയുടെ 52ാമത് ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റത് ആര്? ഓപ്ഷൻ ഡി ജസ്റ്റിസ് BR ഗവായ്. 2025 ഇന്ത്യയുടെ 52ാമത് ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റത് ആരാണ്? ജസ്റ്റിസ് BR ഗവായ്.
ഇന്ത്യയുടെ നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, അതായത് ഇന്ത്യയുടെ 53ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ആണ്. ഓർത്ത് വെക്കുക, ഇന്ത്യയുടെ നിലവിലെ, അതായത് 53ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. 2050 കേരളത്തെ കാർബൺ ന്യൂട്രൽ സംസ്ഥാനമാക്കാനുള്ള പദ്ധതിയായ അങ്കൻ ജ്യോതി പദ്ധതി പൈലറ്റ് അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ ഒരു നിയോജക മണ്ഡലം. ഓപ്ഷൻ എ ചിറ്റൂർ. 2050 കേരളത്തെ കാർബൺ ന്യൂട്രൽ സംസ്ഥാനമാക്കാനുള്ള പദ്ധതിയായ അങ്കൻ ജ്യോതി പദ്ധതി പൈലറ്റ് അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ ഒരു നിയോജക മണ്ഡലം ചിറ്റൂർ. 2025 മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം നേടിയ കളിക്കാരൻ ആര്? ഓപ്ഷൻ ബി ഉസ്മാൻ ഡംബലെ. 2025 മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം നേടിയ കളിക്കാരൻ ആരാണ്? ഉസ്മാൻ ഡംബൽ. ബ്രിക്സ് യുവജനോത്സവത്തിന്റെ വേദി. ഓപ്ഷൻ സി റഷ്യ. ആദ്യ ബ്രിക്സ് യുവജനോത്സവത്തിന്റെ വേദി റഷ്യ. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗ്രീൻഫീൽഡ് വിമാനത്താവളം. ഓപ്ഷൻ എ നവി മുംബൈ. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ ഗ്രീൻഫീൽഡ് വിമാനത്താവളം നവി മുംബൈ. ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഓപ്ഷൻ സി ശ്രീ ജ്ഞാനേഷ് കുമാർ. ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ശ്രീ ജ്ഞാനേഷ് കുമാർ. കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എൻ ശേഷാദ്രിനാഥനാണ്. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോണേ. കേരളത്തിലെ നിലവിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എൻ ശേഷാദ്രിനാഥനാണ്. മലയാള സിനിമയിലെ സമഗ്ര സംഭാവനകൾക്ക് 2023 JC ഡാനിയൽ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാണ്? ഓപ്ഷൻ ബി ഷാജി എൻ കരുൺ. മലയാള സിനിമയിലെ സമഗ്ര സംഭാവനയ്ക്ക് 2023 JC ഡാനിയൽ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാണ്? ഷാജി എൻ കരുൺ. 2024 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ശാരദയ്ക്കാണ്. ഓർത്തു വെക്കുക, 2024 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് നടി ശാരദയ്ക്കാണ്. 2025 ICC വനിതാ ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ആര്? ഓപ്ഷൻ ബി ഹർമൻപ്രീത് കൗൾ. 2025 ICC വനിതാ ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ആരാണ്? ഹർമൻപ്രീത് കൗൾ. ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾക്ക് 2023 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഓപ്ഷൻ ഡി മോഹൻലാൽ. ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾക്ക് 2023 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? മോഹൻലാൽ. മുണ്ടകൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ വയനാട് ടൂറിസത്തെ തിരികെ പിടിക്കാൻ ടൂറിസം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിനിന്റെ പേരെന്ത്? ഓപ്ഷൻ ബി എൻ്റെ കേരളം എന്നും സുന്ദരം. മുണ്ടകൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ വയനാട് ടൂറിസത്തെ തിരികെ പിടിക്കാൻ ടൂറിസം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിനിന്റെ പേരെന്താണ്? എൻ്റെ കേരളം എന്നും സുന്ദരം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിക്കുന്ന ആദ്യത്തെ ISRO ബഹിരാകാശ യാത്രികൻ ആര്? ഓപ്ഷൻ എ ശുഭാംശു ശുക്ല. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിക്കുന്ന ആദ്യത്തെ ISRO ബഹിരാകാശ യാത്രികൻ ആരാണ്? ശുഭാംശു ശുക്ല. 2025 അധ്യയന വർഷത്തെ കേരള സ്കൂൾ ഒളിമ്പിക്സിന്റെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട കായിക താരം ആരാണ്? ഓപ്ഷൻ സി സഞ്ജു സാംസൺ. 2025 അധ്യയന വർഷത്തെ കേരള സ്കൂൾ ഒളിമ്പിക്സിന്റെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട കായിക താരം ആരാണ്? സഞ്ജു സാംസൺ. 2024 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ യഥാക്രമം പ്ലെയർ ഓഫ് ദി സീരീസ്, പ്ലെയർ ഓഫ് ദി മാച്ച് ആയി തിരഞ്ഞെടുക്കപ്പെട്ട കായിക താരങ്ങൾ ആരെല്ലാം? ഓപ്ഷൻ എ ജസ്പ്രീത് ബുംറ, വിരാട് കോഹ്ലി. 2024 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ യഥാക്രമം പ്ലെയർ ഓഫ് ദി സീരീസ്, പ്ലെയർ ഓഫ് ദി മാച്ച് ആയി തിരഞ്ഞെടുക്കപ്പെട്ട കായിക താരങ്ങൾ ആരെല്ലാമാണ്? ജസ്പ്രീത് ബുംറ, വിരാട് കോഹ്ലി. പ്ലെയർ ഓഫ് ദി സീരീസ് ജസ്പ്രീത് ബുംറ, പ്ലെയർ ഓഫ് ദി മാച്ച് വിരാട് കോഹ്ലി. 2023 നോബൽ സമ്മാനം നേടിയവരുമായി ബന്ധപ്പെട്ട ചില വസ്തുതകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ശരിയായവ കണ്ടെത്തുക. ഓപ്ഷൻ സി 1 ഉം 3 ഉം. ശരിയായ പ്രസ്താവനകൾ: യോൻ ഫോസ്റ്റെ സാഹിത്യം, നോർവീജിയൻ നാടകകൃത്ത്. ക്ലൗഡിയ ഗോൾഡിൻ സാമ്പത്തിക ശാസ്ത്രം, US സാമ്പത്തിക ശാസ്ത്രജ്ഞ. 2023 നോബൽ സമ്മാനം നേടിയവരുമായി ബന്ധപ്പെട്ട ചില വസ്തുതകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ശരിയായവ: സാഹിത്യത്തിന് നോബൽ സമ്മാനം ലഭിച്ചിരിക്കുന്നത് നോർവീജിയൻ നാടകകൃത്തായ യോൻ ഫോസ്റ്റേക്കാണ്. സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചിരിക്കുന്നത് ക്ലൗഡിയ ഗോൾഡിനാണ്.
അവരൊരു US സാമ്പത്തിക ശാസ്ത്രജ്ഞയാണ്. ഓക്കെ, സമ്പത്ത് എന്ന് പറയുമ്പോൾ അത് ഗോൾഡുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യമല്ലേ, ഗോൾഡ് സമ്പത്തുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യമാണല്ലോ. അപ്പം 2023 സാമ്പത്തിക ശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ക്ലൗഡിയ ഗോൾഡിനാന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അങ്ങനെ ഒരു ക്ലൂ ഇട്ട്, ഗോൾഡ് സമ്പത്തുമായിട്ട് ബന്ധപ്പെട്ടതാണല്ലോ. അപ്പോൾ എന്താണ് 2023 സാമ്പത്തിക ശാസ്ത്ര നോബൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാ? UN സാമ്പത്തിക ശാസ്ത്രജ്ഞയായ ക്ലൗഡിയ ഗോൾഡിന്. US സമ്പത്തുപരമായിട്ട് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യം US അല്ലേ. അപ്പോൾ അതും കൂടെ ഇട്ടങ്ങ് ഓർത്ത് വയ്ക്കുക. US സാമ്പത്തിക ശാസ്ത്രജ്ഞയായ ക്ലൗഡിയ ഗോൾഡിനാണ് 2023 സാമ്പത്തിക ശാസ്ത്ര നോബൽ പുരസ്കാരം ലഭിച്ചത്. ഓക്കെ, അത് ഓർത്ത് വയ്ക്കാൻ ഒരു ക്ലൂ പറഞ്ഞതേ ഉള്ളേ. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് കറക്റ്റ് ചെയ്ത് പറയാം. സമാധാനത്തിന് 2023 നോബൽ സമ്മാനം ലഭിച്ചിരിക്കുന്നത് നർഗീസ് മുഹമ്മദിക്കാണ്. അത് കറക്റ്റാ. പക്ഷെ അവരൊരു ബംഗ്ലാദേശ് മനുഷ്യാവകാശ പ്രവർത്തകയല്ല കേട്ടോ, അവര് ഇറാനിയൻ മനുഷ്യാവകാശ പ്രവർത്തകയാണ്. അപ്പോൾ ഓർത്ത് വെക്കുക, 2023 സമാധാന നോബൽ പുരസ്കാരം ലഭിച്ച നർഗീസ് മുഹമ്മദി ഒരു ഇറാനിയൻ മനുഷ്യാവകാശ പ്രവർത്തകയാണ്. ഇറാനിയൻ മനുഷ്യാവകാശ പ്രവർത്തക. ഓക്കെ, റഷ്യ ഉക്രൈൻ സംഘർഷത്തിൽ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ദൗത്യം. ഓപ്ഷൻ എ ഓപ്പറേഷൻ ഗംഗ. റഷ്യ ഉക്രൈൻ സംഘർഷത്തിൽ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ദൗത്യം ഓപ്പറേഷൻ ഗംഗ. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിന് എതിരായി ഇന്ത്യൻ സൈന്യം നടത്തിയ മിലിറ്ററി ഓപ്പറേഷന്റെ പേര്. ഓപ്ഷൻ ഡി ഓപ്പറേഷൻ സിന്ദൂർ. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിന് എതിരായി ഇന്ത്യൻ സൈന്യം നടത്തിയ മിലിറ്ററി ഓപ്പറേഷന്റെ പേര് ഓപ്പറേഷൻ സിന്ദൂർ. 2024 ഒളിമ്പിക് ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിന് വേദിയായ നദി ഏതാണ്? ഓപ്ഷൻ ഡി സീൻ നദി. 2024 ഒളിമ്പിക്സ് ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിന് വേദിയായ നദി ഏതാണ്? സീൻ നദി. അടുത്തിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഏത് സംസ്ഥാനത്താണ് ബഞ്ചാര വിരാസത് മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത്? ഓപ്ഷൻ ബി മഹാരാഷ്ട്ര. അടുത്തിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഏത് സംസ്ഥാനത്താണ് ബഞ്ചാര വിരാസത് മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത്? ഇന്ത്യയുടെ 26ാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഓപ്ഷൻ സി ഗ്യാനേഷ് കുമാർ. ഇന്ത്യയുടെ 26ാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഗ്യാനേഷ് കുമാർ. ഇന്ത്യയുടെ മാർബർഗ് വൈറസ് രോഗം പൊട്ടിപ്പുറപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ്? ഓപ്ഷൻ സി ടാൻസാനിയ. അടുത്തിടെ മാർബർഗ് വൈറസ് രോഗം പൊട്ടിപ്പുറപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ്? ടാൻസാനിയ. 2024 രസാന്തര നോബൽ സമ്മാനം ലഭിച്ചത്. ഓപ്ഷൻ ബി കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ രൂപകൽപ്പനയും പ്രോട്ടീൻ ഘടനാ പ്രവചനം. 2024 രസാന്തര നോബൽ സമ്മാനം ലഭിച്ചത് എന്തിനാണ്? കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ രൂപകൽപ്പനയും പ്രോട്ടീൻ ഘടനാ പ്രവചനവും. 2025 ICC വനിതാ ലോകകപ്പ് സെമി ഫൈനലിൽ ഇന്ത്യയെ ഫൈനലിലേക്ക് നയിച്ച ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം ആരാണ്? ഓപ്ഷൻ ബി ജമീമ റോഡ്രിഗസ്. 2025 ICC വനിതാ ലോകകപ്പ് സെമി ഫൈനലിൽ ഇന്ത്യയെ ഫൈനലിലേക്ക് നയിച്ച ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം ആരാണ്? ജമീമ റോഡ്രിഗസ്. കേരളം കടുത്ത ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമായി പ്രഖ്യാപിച്ചത് എപ്പോഴാണ്? ഓപ്ഷൻ എ 2025 നവംബർ 1. കേരളം കടുത്ത ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമായി പ്രഖ്യാപിച്ചത് എപ്പോഴാണ്? 2025 നവംബർ 1. എന്ന പേരുകളിൽ നിന്ന് 2025 ഊർജ്ജ തന്ത്രത്തിന് നോബൽ പുരസ്കാരം നേടിയ വ്യക്തിയെ കണ്ടെത്തുക. ഓപ്ഷൻ ബി ജോൺ എം മാർട്ടിനസ്. ഊർജ്ജതന്ത്രം എന്ന് വെച്ചാൽ ഫിസിക്സ് ആണ്, ഭൗതിക ശാസ്ത്രം കേട്ടോ. നോക്കിക്കേ, താഴെ തന്ന പേരുകളിൽ 2025 ഊർജ്ജതന്ത്രത്തിന് നോബൽ പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? ജോൺ എം മാർട്ടിനസ്. ചരക്ക് സേവന നികുതിയിൽ GSTയിൽ ഉണ്ടായിരുന്ന ഏത് സ്ലാബുകളാണ് പരിഷ്കരണത്തിന്റെ ഭാഗമായി ഒഴിവാക്കപ്പെട്ടത്? 12%, 28%. ചരക്ക് സേവന നികുതിയിൽ GSTയിൽ ഉണ്ടായിരുന്ന ഏത് സ്ലാബുകളാണ് പരിഷ്കരണത്തിന്റെ ഭാഗമായി ഒഴിവാക്കപ്പെട്ടത്? 12%, 28%. 2023 106ാമത് ഭരണഘടനാ ഭേദഗതി നിയമം എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ ബി ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും വനിതകൾക്ക് 1/3 സീറ്റ് സംവരണം. 2023 106ാമത് ഭരണഘടനാ ഭേദഗതി നിയമം എന്തുമായി ബന്ധപ്പെട്ടതാണ്? ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും വനിതകൾക്ക് 1/3 സീറ്റ് സംവരണം. 2025 തൊഴിൽ പദ്ധതിയായ വികസിത ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ പ്രകാരം സംസ്ഥാന വിഹിതം എത്ര ശതമാനമാണ്? ഓപ്ഷൻ ബി 40. 2025 തൊഴിൽ പദ്ധതിയായ വികസിത ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ പ്രകാരം സംസ്ഥാന വിഹിതം എത്ര ശതമാനമാണ്?
40. കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴി പദ്ധതി നടപ്പാക്കുന്നതിനുള്ള കേരള സർക്കാരിൻ്റെ നോഡൽ ഏജൻസി ഏത്? ഓപ്ഷൻ എ കിൻഫ്ര. കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴി പദ്ധതി നടപ്പാക്കുന്നതിനുള്ള കേരള സർക്കാരിൻ്റെ നോഡൽ ഏജൻസി ഏതാണ്? കിൻഫ്ര. ദേശീയ വനിതാ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ആര്? ഓപ്ഷൻ ഡി വിജയ കിഷോർ രഹത്കർ. ദേശീയ വനിതാ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ആരാണ്? വിജയ കിഷോർ രഹത്കർ. കേരളത്തിലെ വനിതാ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ പി സതീദേവിയാണ്. അതും കൂടി ഓർത്തു വെക്കുക. കേരളത്തിലെ ഇപ്പോഴത്തെ വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി. ഓക്കെ. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന സ്റ്റേഡിയം? ഓപ്ഷൻ ഡി കലിംഗ സ്റ്റേഡിയം, ഭുവനേശ്വർ. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന സ്റ്റേഡിയം കലിംഗ സ്റ്റേഡിയം, ഭുവനേശ്വർ. യുനെസ്കോയുടെ പൈതൃക സാംസ്കാരിക ആഘോഷങ്ങളുടെ പട്ടികയിൽ പുതുതായി ഉൾപ്പെട്ട ഇന്ത്യൻ ആഘോഷം? ഓപ്ഷൻ എ ദീപാവലി. യുനെസ്കോയുടെ പൈതൃക സാംസ്കാരിക ആഘോഷങ്ങളുടെ പട്ടികയിൽ പുതുതായി ഉൾപ്പെട്ട ഇന്ത്യൻ ആഘോഷം ദീപാവലി. അലാസ്ക ഉച്ചകോടി ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി ട്രംപ് പുടിൻ. അലാസ്ക ഉച്ചകോടി ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്താണ്? ട്രംപും പുടിനുമായിട്ട്. ഇന്ത്യയുടെ നിലവിലെ ധനകാര്യ കമ്മീഷൻ ഏതാണ്? ഓപ്ഷൻ സി 16ാം ധനകാര്യ കമ്മീഷൻ. ഇന്ത്യയുടെ നിലവിലെ ധനകാര്യ കമ്മീഷൻ ഏതാണ്? 16ാം ധനകാര്യ കമ്മീഷൻ. 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ അരവിന്ദ് പനഗരിയാണ്. അതും കൂടി ഒന്ന് ഓർത്തു വെച്ചോണം. ഇന്ത്യയുടെ നിലവിലെ ധനകാര്യ കമ്മീഷൻ, അതായത് 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ അരവിന്ദ് പനഗരിയാണ്. കേരളത്തിന്റെ കെ ഹോംസ് പദ്ധതിക്കായി തുടക്കത്തിൽ നിശ്ചയിച്ചിരിക്കുന്ന 4 പ്രധാന സ്ഥലങ്ങൾ ഏവ? ഓപ്ഷൻ സി കോവളം, കുമരകം, മൂന്നാർ, ഫോർട്ട് കൊച്ചി. കേരളത്തിന്റെ കെ ഹോംസ് പദ്ധതിക്കായി തുടക്കത്തിൽ നിശ്ചയിച്ചിരിക്കുന്ന 4 പ്രധാന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? കോവളം, കുമരകം, മൂന്നാർ, ഫോർട്ട് കൊച്ചി. കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷൻ ആരാണ്? ഓപ്ഷൻ ബി ജി ശശിധരൻ. കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷനാരാണ്? ജി ശശിധരൻ. 2024 ജൂണിൽ ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാന യോഗങ്ങൾ ഏത് നഗരത്തിലാണ് നടന്നത്? ബോൺ, ജർമ്മനി. 2024 ജൂണിൽ ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാന യോഗങ്ങൾ ഏത് നഗരത്തിലാണ് നടന്നത്? ജർമ്മനിയിലെ ബോണിൽ. വിക്ടർ ആംബ്രോസിനും ഗാരി റൂക്കിനും 2024 ഫിസിയോളജി അല്ലെങ്കിൽ മെഡിസിൻ, അതായത് വൈദ്യശാസ്ത്ര നോബൽ സമ്മാനത്തിന് അർഹരാക്കിയ കണ്ടെത്തൽ ഏതാണ്? ഓപ്ഷൻ ഡി പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ ജീൻ നിയന്ത്രണത്തിൽ മൈക്രോ RNA പങ്ക്. അപ്പോൾ വിക്ടർ ആംബ്രോസിനും ഗാരി റൌക്കിനും 2024 വൈദ്യശാസ്ത്ര നോബൽ സമ്മാനത്തിന് അർഹരാക്കിയ കണ്ടെത്തൽ ഏതാണ്? പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ ജീൻ നിയന്ത്രണത്തിൽ മൈക്രോ RNA പങ്ക്. ബഹിരാകാശ യാത്രയ്ക്കായി ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന ISRO വികസിപ്പിച്ചെടുത്ത സ്ത്രീയുടെ രൂപസാദൃശ്യമുള്ള ആദ്യത്തെ ഹ്യൂമനോയിഡ് റോബോട്ടിന്റെ പേരെന്താണ്? ഓപ്ഷൻ സി വ്യോമമിത്ര. ബഹിരാകാശ യാത്രയ്ക്കായി ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന വികസിപ്പിച്ചെടുത്ത സ്ത്രീയുടെ രൂപസാദൃശ്യമുള്ള ആദ്യത്തെ ഹ്യൂമനോയിഡ് റോബോട്ടിന്റെ പേരെന്താണ്? വ്യോമമിത്ര. 2025 ഐക്യരാഷ്ട്രസഭ ഏതു വർഷമായാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്? ഓപ്ഷൻ ബി അന്താരാഷ്ട്ര ക്വാണ്ടം ശാസ്ത്ര സാങ്കേതിക വർഷം. 2025 ഐക്യരാഷ്ട്രസഭ ഏത് വർഷമായാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്? അന്താരാഷ്ട്ര ക്വാണ്ടം ശാസ്ത്ര സാങ്കേതിക വർഷം. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡിജിറ്റൽ വാട്ടർ ഉച്ചകോടി 2026 നടന്നത് എവിടെ? ഓപ്ഷൻ എ ബംഗളൂരു. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡിജിറ്റൽ വാട്ടർ ഉച്ചകോടി 2026 നടന്നത് എവിടെയാണ്? ബംഗളൂരുവിൽ. 2025 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായത് ആര്? ഓപ്ഷൻ ഡി EP രാജഗോപാൽ. 2025 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായത് EP രാജഗോപാലാണ്. EP രാജഗോപാലിൻ്റെ ഉൾക്കഥ എന്ന കൃതിക്കാണ് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് കേട്ടോ. ഓർത്തു വെക്കുക, EP രാജഗോപാലിൻ്റെ ഉൾക്കഥ എന്ന കൃതിക്കാണ് 2025 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. ഓക്കെ. 16ാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് എന്ന്? ഓപ്ഷൻ ബി 2026 ഏപ്രിൽ 9. 16ാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് എന്നാണ്? 2026 ഏപ്രിൽ 9.
സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഓപ്ഷൻ എ വി ഹരിനായർ. കേരളത്തിലെ അതായത് സംസ്ഥാനത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരിനായർ. ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ രാജ്കുമാർ ഗോയലാണ്. അതും കൂടി ഒന്ന് ഓർത്തു വെച്ചോണം. ഇന്ത്യയിലെ അതായത് ദേശീയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? രാജ്കുമാർ ഗോയൽ. ആസാമിൽ നടന്ന 79ാം സന്തോഷ് ട്രോഫി കിരീടം നേടിയത് ഓപ്ഷൻ ബി സർവീസസ്. ആസാമിൽ നടന്ന 79ാം സന്തോഷ് ട്രോഫി കിരീടം നേടിയത് സർവീസസ്. 2025 ഡിസംബറിൽ നടന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഓപ്ഷൻ എ ദിയ ബിനു പുളിക്കക്കണ്ടം. 2025 ഡിസംബറിൽ നടന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ദിയ ബിനു പുളിക്കക്കണ്ടം. 2025 ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീമിൽ ഇടം നേടിയ മലയാളി താരം ഇവരിൽ ആരാണ്? ഓപ്ഷൻ എ പി മാളവിക. 2025 ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീമിൽ ഇടം നേടിയ മലയാളി താരം ഇവരിൽ ആരാണ്? പി മാളവിക. 2026-27 കേരള സംസ്ഥാന ബജറ്റ് 2025 നവംബർ മുതൽ ഏത് ഭരണസമിതിക്കാണ് പ്രതിമാസം 1000 രൂപ ഗ്രാന്റ് നടപ്പാക്കിയത്? ഓപ്ഷൻ ബി കുടുംബശ്രീ ഏരിയ ഡെവലപ്മെൻറ്റ് സൊസൈറ്റികൾ ADSന്. 2026-27 കേരള സംസ്ഥാന ബജറ്റ് 2025 നവംബർ മുതൽ ഏത് ഭരണസമിതിക്കാണ് പ്രതിമാസം 1000 രൂപ ഗ്രാന്റ് നടപ്പാക്കിയത്? കുടുംബശ്രീ ഏരിയ ഡെവലപ്മെൻറ്റ് സൊസൈറ്റികൾ ADS. 2025 സെപ്റ്റംബറിൽ ഇന്ത്യയുടെ മൈൻസ് സെക്രട്ടറിയായി നിയമിച്ചത് ആരെയാണ്? ഓപ്ഷൻ ബി പീയൂഷ് ഗോയൽ. 2025 സെപ്റ്റംബറിൽ ഇന്ത്യയുടെ മൈൻസ് സെക്രട്ടറിയായി നിയമിച്ചത് ആരെയാണ്? പീയൂഷ് ഗോയൽ. 2025 ജൂണിൽ ICC ക്രിക്കറ്റ് ഹാൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ഓപ്ഷൻ ബി മഹേന്ദ്ര സിംഗ് ധോണി. 2025 ജൂണിൽ ICC ക്രിക്കറ്റ് ഹാൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ്? മഹേന്ദ്ര സിംഗ് ധോണി. 16ാം ധനകാര്യ കമ്മീഷനെക്കുറിച്ചുള്ള പ്രസ്താവനകൾ പരിഗണിക്കുക. ഓപ്ഷൻ സി 1, 2 ഇവ രണ്ടും. അരവിന്ദ് പനഗരിയാണ് ചെയർപേഴ്സൺ. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 280 പ്രകാരമാണ് കമ്മീഷൻ രൂപീകരിച്ചത്. 16ാം ധനകാര്യ കമ്മീഷനെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ എന്താണ്? 16ാം ധനകാര്യ കമ്മീഷൻ എന്ന് വെച്ചാൽ ഇന്ത്യയുടെ നിലവിലെ ധനകാര്യ കമ്മീഷനാണ്. അതിൻ്റെ ചെയർപേഴ്സൺ അരവിന്ദ് പനഗരിയാണ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 280 പ്രകാരമാണ് ധനകാര്യ കമ്മീഷൻ രൂപീകരിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ നിലവിലെ വിദേശകാര്യ സെക്രട്ടറി ആര്? ഓപ്ഷൻ എ വിക്രം മിശ്രി. ഇന്ത്യയുടെ നിലവിലെ വിദേശകാര്യ സെക്രട്ടറി ആരാണ്? വിക്രം മിശ്രി. 2025 ജോൺ ക്ലാർക്ക്, മൈക്കൽ ഡെവോറട്ട്, ജോൺ മാർട്ടിനസ് എന്നിവർ നേടിയത് ഏതു പുരസ്കാരം? ഓപ്ഷൻ ഡി നോബൽ സമ്മാനം ഭൗതിക ശാസ്ത്രത്തിൽ. 2025 ജോൺ ക്ലാർക്ക്, മൈക്കൽ ഡെവോറട്ട്, ജോൺ മാർട്ടിനസ് എന്നിവർ നേടിയത് ഏത് പുരസ്കാരമാണ്? നോബൽ സമ്മാനം ഭൗതിക ശാസ്ത്രത്തിൽ. 2025 രസതന്ത്ര നോബൽ സമ്മാനം ഏതിൻ്റെ കണ്ടുപിടുത്തത്തിനാണ് നൽകപ്പെട്ടത്? ഓപ്ഷൻ സി മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്ക്. 2025 രസതന്ത്ര നോബൽ സമ്മാനം ഏതിൻ്റെ കണ്ടുപിടുത്തത്തിനാണ് നൽകപ്പെട്ടത്? മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്ക്. കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 37ാം ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായ അർജുന അവാർഡ് ജേതാവ് കൂടിയായ കായിക താരം ആരാണ്? ഓപ്ഷൻ ഡി എൽദോസ് പോൾ. കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 37ാം ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായ അർജുന അവാർഡ് ജേതാവ് കൂടിയായ കായിക താരം ആരാണ്? എൽദോസ് പോൾ. 2025 മികച്ച വനിതാ കളിക്കാരിക്കുള്ള ഫിഫ അവാർഡ് നേടിയത് ആരാണ്? ഓപ്ഷൻ ഡി ഐതാന ബോൺമതി. 2025 മികച്ച വനിതാ കളിക്കാരിക്കുള്ള ഫിഫ അവാർഡ് നേടിയത് ആരാണ്? ഐതാന ബോൺമതി. 2026 ഫിഫ ലോകകപ്പ് വേദി. ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം 1, 2, 3. യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, മെക്സിക്കോ, കാനഡ. 2026 ഫിഫ ലോകകപ്പ് വേദിയായിരുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, മെക്സിക്കോ, കാനഡ. 2026 ഫിഫ ലോകകപ്പിൽ വിജയിച്ച ടീം സ്പെയിനാണ് കേട്ടോ, ഓർത്ത് വയ്ക്കുക. 2026 ഫിഫ ലോകകപ്പിൽ വിജയിച്ചത് സ്പെയിനാണ്. റണ്ണറപ്പ് അർജന്റീനയാണ്. ഓക്കെ. ടേബിൾ ടെന്നീസിൽ 2023 അർജുന അവാർഡ് നേടിയത് ആരാണ്? ഓപ്ഷൻ എ ഐഹിക മുഖർജി.
ടേബിൾ ടെന്നീസിൽ 2023 അർജുന അവാർഡ് നേടിയതാരാണ്? ഐഹിക മുഖർജി. 2025 വർഷത്തിൽ പ്രസിദ്ധപ്പെടുത്തിയ ആഗോള പട്ടിണി സൂചിക അനുസരിച്ച് ഏറ്റവും ദരിദ്രമായ രാഷ്ട്രം ഏതാണ്? ഓപ്ഷൻ ഡി സോമാലിയ. 2025 വർഷത്തിൽ പ്രസിദ്ധപ്പെടുത്തിയ ആഗോള പട്ടിണി സൂചിക അനുസരിച്ച് ഏറ്റവും ദരിദ്രമായ രാഷ്ട്രം ഏതാണ്? സോമാലിയ. കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് എവിടെ ആരംഭിച്ചു? ഓപ്ഷൻ ബി ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് എവിടെയാണ് ആരംഭിച്ചത്? ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം. അന്താരാഷ്ട്ര കൂട്ടായ്മയായ ബ്രിക്സിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് 2026 തെരഞ്ഞെടുക്കപ്പെട്ടത് ഏത് രാജ്യമാണ്? ഓപ്ഷൻ ബി ഇന്ത്യ. അന്താരാഷ്ട്ര കൂട്ടായ്മയായ ബ്രിക്സിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് 2026 തെരഞ്ഞെടുക്കപ്പെട്ടത് ഏത് രാജ്യമാണ്? ഇന്ത്യ. 2026 വിന്റർ ഒളിമ്പിക്സിന് വേദിയായ സ്ഥലം? ഓപ്ഷൻ ഡി ഇറ്റലി മിലാനോ കോർട്ടീന. 2026 വിന്റർ ഒളിമ്പിക്സിന് വേദിയായ സ്ഥലം ഇറ്റലിയിലെ മിലാനോ കോർട്ടീന. 2026 ഓസ്കാർ അവാർഡിന് അർഹമായ ഏറ്റവും നല്ല ചിത്രത്തിനുള്ള അവാർഡ് കിട്ടിയത്? ഓപ്ഷൻ ബി വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. 2026 ഓസ്കാർ അവാർഡിന് അർഹമായ ഏറ്റവും നല്ല ചിത്രത്തിനുള്ള അവാർഡ് കിട്ടിയത് വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യമായി മാറിയത് എപ്പോഴാണ്? ഓപ്ഷൻ ബി ഏപ്രിൽ 2023. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യമായി മാറിയത് എപ്പോഴാണ്? 2023 ഏപ്രിൽ. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യം ഇപ്പം നിലവിൽ ഇന്ത്യയാണ് കേട്ടോ. മുമ്പ് ചൈനയായിരുന്നു, ഇപ്പോൾ ചൈന മാറി ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യം. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക, നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്ത് വരിക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താല്പര്യമുള്ളവർ സ്റ്റഡി വിൻ പീസിലെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ടെലഗ്രാം ചാനലിൽ റീസെൻ്റ്ലി നടക്കുന്ന PSC എക്സാമുകളുടെ പ്രൊവിഷണൽ ആൻസർ കീയും ഫൈനൽ ആൻസർ കീയും മാർക്ക് ചെയ്ത PDF-കൾ അവൈലബിൾ ആണ്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ ടെലഗ്രാം ചാനലും കൂടെ ജോയിൻ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.